ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻവെർട്ടറിനെ കുറിച്ചാണ്. അപ്പം ലൂമിനസ് എന്ന ബ്രാൻഡാണ്. മോഡൽ നമ്പർ ഇവോ S1050 എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതൊരു പുതിയ ഇൻവെർട്ടറാണ്. ഇപ്പം ഞാനിത് ബോക്സ് പീസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലൂമിനസിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പം ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ബോക്സ് പീസാണ്. അപ്പം നമ്മളിത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ അതിന് മുൻപ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഇത് മോഡൽ ഇവോ S1050 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം എസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സൈൻ വേവ് ഇൻവെർട്ടറാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പുതിയ ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രാച്ചൊന്നും ആകാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പം ഞാനത് ഇളക്കിയിട്ട് കാണിക്കാം. നമുക്ക് അതിനുശേഷം തിരിച്ചൊട്ടിച്ച് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. നല്ല ലുക്ക് ബേസിൽ നല്ല സൂപ്പറാണ്. ഇതിൻ്റെ ഷേപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പാണ് കേട്ടോ, ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ LED എന്ന് പറഞ്ഞാൽ മെയിൻസ് ആണ്. മെയിൻസ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ വരും. രണ്ടാമത്തെ ബാറ്ററി ഇൻഡിക്കേഷനാണ്. മൂന്നാമത്തേത് എക്കോ മോഡ്, UPS മോഡ് എന്നുള്ള ഇൻഡിക്കേഷനാണ്. പിന്നുള്ളത് വാർണിംഗ് ആണ്. വാർണിംഗ്, ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് അങ്ങനെയൊക്കെയുള്ള വാർണിങ്ങിന് വേണ്ടിയുള്ളൊരു LED ഇൻഡിക്കേഷനാണ്. പിന്നെ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇൻവെർട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളതുണ്ട്. ഇപ്പോൾ ഈ എക്കോ മോഡ് അതുപോലെ UPS മോഡ് എന്താണെന്ന് അറിയാത്തൊരു ഞാൻ ഈ ചാനലിൽ എന്താണ് എക്കോ മോഡ്, UPS മോഡ് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണാം. അപ്പോൾ ഇത് പിന്നെ ലുക്ക് ബേസിലൊക്കെ അടിപൊളിയാണ്. സൈൻ വേവ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. സൈഡ് കാണിച്ചു തരാം. സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടി വെന്റിലേഷൻ ഉണ്ട്. എയർ ട്രാൻസ്ഫോമറിലേക്ക്, അകത്തുള്ളിലേക്ക്, ബോർഡിലൊക്കെ ഹീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ബാക്ക് സൈഡിൽ നമുക്ക് മെയിൻസ് കോഡ് വെയർ ഉണ്ട്. പിന്നെ ഫ്യൂസ് ഉണ്ട്, ഇൻപുട്ട് ഫ്യൂസ് ഉണ്ട്. പിന്നെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 3 പിൻ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടി റെഡ് ബ്ലാക്ക് വയറുണ്ട്. ഇവിടെ ഫാനുണ്ട്, കൂളിംഗ് ഫാനുണ്ട്. പിന്നെ ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ട്. സെലക്ടർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ബാറ്ററി ട്യൂബുലർ ആണോ, ഫ്ലാറ്റ് പ്ലേറ്റ് ആണോ, SMF ആണോ, ലോക്കൽ ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡൽ നമ്പർ 1050 ആണ്. പിന്നെ അത് മാക്സിമം നമുക്ക് ലോഡ് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നത് 756 വാട്ട്സ് നമുക്ക് ഇതിനകത്ത് ലോഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ സൈഡിലും ചെറിയൊരു എയർ സർക്കുലേഷന് വേണ്ടി വെന്റിലേഷൻ ഉണ്ട്. ഇതിൻ്റെ സൈഡ് വ്യൂ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇവിടെ നമുക്ക് സ്കാൻ ഫോർ മാനുവൽ എന്ന് ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മാനുവൽ നമുക്ക് PDF ആയിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ വാറണ്ടി കാർഡ് അവൈലബിൾ ആണ്. ഇത് ബോക്സ് പീസാണ്, വാറണ്ടി കാർഡ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇത് കണക്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ ഫുള്ളായിട്ട് ഞാൻ നോ ലോഡ് കറണ്ട്, അതുപോലെ ചാർജിങ് ആംബിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മെയിൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെയിൻസ് നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ മെയിൻസ് വരുന്നതാണ്. പിന്നെ ഇതിന് ലൂമിനസിൻ്റെ മറ്റ് മോഡലുകളെ അപേക്ഷിച്ച് ഈ LED ഡിസ്പ്ലേ ടൈപ്പ് ആയിട്ടുള്ള ഇതിനകത്ത് നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ബാറ്ററി ഇൻഡിക്കേറ്ററാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ LED എന്ന് പറഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജ് ആണെങ്കിൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഗ്രീൻ ലൈറ്റ് ഇവിടെ നമ്മളിപ്പോൾ ഇൻവെർട്ടർ മോഡിൽ അല്ല UPS മോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എക്കോ മോഡിലോ UPS മോഡിലോ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 61% മുതൽ മുകളിലോട്ട് ഫുൾ ചാർജ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റാണ് കത്തുന്നത്. ഇനിയിപ്പോൾ ഒരു 20%-നും 60%-നും ഇടയിലാണ് ബാറ്ററിക്ക് ചാർജ് ഉള്ളൂ എങ്കിൽ യെല്ലോ ലൈറ്റ് ആയിരിക്കും ഇവിടെ കത്തുന്നത്. ഇനിയിപ്പോൾ ഒരു 10%-നും 20%-നും ഇടയിൽ ചാർജ് ഉള്ളൂ എങ്കിൽ റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് ഈ ലൈറ്റിനെ കളറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ബാറ്ററിയുടെ
ചാർജ് എത്ര ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന്, ഏകദേശം ഒരു എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഫുൾ ചാർജ് ആണെങ്കിൽ ഗ്രീനാണ്. ഇനിയിപ്പം 20-നും 60% ഇടയ്ക്കാണ് ബാറ്ററി ചാർജ് ഉള്ളൂ എങ്കിൽ യെല്ലോ ആണ്. ഇനിയും 10%-നും 20% മാത്രമേ ഉള്ളൂ ബാറ്ററി ചാർജെങ്കിൽ റെഡ് ആയിരിക്കും കത്തുന്നത്. ഇനിയിപ്പം മെയിൻസ് നമ്മൾ ഓൺ ചെയ്തു, മെയിൻസ് ഇവിടെ വന്നു. ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഈ LED ഇവിടെ ഒരു കളറും കത്തത്തില്ല. ഈ യെല്ലോയോ റെഡോ ഗ്രീനോ ഒരു LEDയും വർക്കാകത്തില്ല. ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ ഇവിടെ LED ഇൻഡിക്കേഷൻ വരത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത, നമുക്ക് ഈ LED കളർ നോക്കി തന്നെ ബാറ്ററിയുടെ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. സാധാരണ നമുക്ക് LCD സ്ക്രീനുള്ള ലൂമിനസിൻ്റെ ഇൻവെർട്ടറുണ്ട്, അതിനകത്ത് നമുക്ക് പെർസെൻറ്റേജ് അറിയാൻ പറ്റും. ഇത്ര പെർസെൻറ്റേജ് ബാറ്ററിക്ക് ഉണ്ട്, ഇത്ര ബാക്കപ്പ് ടൈം എന്നറിയാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് ഈ LED മോഡലിൽ നമുക്ക് ഈ കളർ വെച്ച് തന്നെ നമുക്ക് ബാറ്ററിയുടെ ചാർജ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ്. ഇപ്പം ഞാനിത് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ബാറ്ററി കണക്ട് ചെയ്ത് ചാർജിങ് അതുപോലെ നോക്കാം. അതുപോലെ തന്നെ ഇൻഡിക്കേഷന്, ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഞാൻ ബാറ്ററി കണക്ട് ചെയ്യട്ടെ. ഞാൻ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ LED ലൈറ്റ് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഓണായിട്ട് ഓഫ് ആകുന്നതാണ്. ഇപ്പോൾ ഞാൻ കത്തിച്ച് കാണിക്കാം, ഓൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇതിനകത്ത് ബാറ്ററി ഇൻഡിക്കേറ്റർ ഗ്രീനാണ് കാണിക്കുന്നത്, ഫുൾ ചാർജാണ് ബാറ്ററി. പിന്നെ ഇത് എക്കോ മോഡിലാണുള്ളത്. നമുക്കത് സ്വിച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ UPS മോഡിലേക്ക് മാറും. ഇപ്പം കണ്ടോ, UPS മോഡിലേക്ക് മാറി, വൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും അത് ജസ്റ്റ് ഒന്ന് എക്കോ മോഡിലേക്ക് മാറ്റിയാണ്. എക്കോ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നോ ലോഡ് കറണ്ടാണ് ഈ കാണിക്കുന്നത്. ഞാൻ മെയിൻസ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിൻസ് വന്നിട്ടുണ്ട്. മെയിൻസ് വന്നു. ചാർജിങ് ആണ്. ഇപ്പോൾ ചാർജിങ് ആംപിയറാണ് കാണിക്കുന്നത്. 11.1ലേക്കായി 10 ആയിട്ടുണ്ട്. ഡൗൺ ആവുകയാണ്. ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ 0 ആകും. ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ചാർജിങ് ആംപിയർ. ഇപ്പോൾ മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. മെയിൻസ് ഓഫ് ചെയ്യാണ്. മെയിൻസ് ഓഫ് ചെയ്തു. ബാറ്ററി ഇൻഡിക്കേഷൻ ഗ്രീനിലാണ് കാണിക്കുന്നത്. കാരണം ബാറ്ററി ഫുൾ ചാർജാണ്. ഏകദേശം നല്ല ചാർജ് ആയിട്ടുണ്ട്. 61 മുതൽ മുകളിൽ 61-ന് മുകളിൽ പെർസെൻറ്റേജ് ചാർജ് ആയതുകൊണ്ടാണ് ഗ്രീൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലോഡ് കണക്ട് ചെയ്ത് ഞാൻ ഒന്ന് കാണിക്കാം. ലോഡ് കണക്ട് ചെയ്യാം. ഇപ്പം നോ ലോഡ് കറണ്ട് 1.6. മെയിൻസ് ഒന്ന് ഓൺ ചെയ്യാം. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. മെയിൻസ് ഇപ്പം വരും. മെയിൻസ് വന്നു. ഇപ്പോൾ ബാറ്ററി ഇവിടെ ചാർജ് ആകും. 135 ബാറ്ററി ചാർജ് ആകുകയാണ്. ഇനിയും ലോഡൊന്ന് കണക്ട് ചെയ്യാം. ഞാൻ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ 500 വാട്ട്സ്, 200-ൻ്റെ 2 ബൾബും 100-ൻ്റെ 1 ബൾബും, ടോട്ടൽ 500 വാട്ട്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബൾബ് കാണിച്ചു തരാം. UPS ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ UPS ഇൻഡിക്കേഷൻ വരും. അതുപോലെ തന്നെ ബൾബ് ഓൺ ആകുന്നതാണ്. UPS ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്രീനാണ് ബാറ്ററി ഇൻഡിക്കേഷൻ ഗ്രീനിലാണ് കാണിക്കുന്നത്. ബാറ്ററി ഫുൾ ചാർജ് ഉള്ളതുകൊണ്ടാണ് ഗ്രീൻ കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ബാറ്ററി ഡൗൺ ആകുമ്പോൾ യെല്ലോയിലേക്ക് പോകും. ഇവിടെ കാണിക്കുന്നത് ഡിസ്ചാർജിങ് ആംപിയർ ആണ്. 43.6 ആംസ് ആണ് ഡിസ്ചാർജിങ് ആംപിയർ കാണിക്കുന്നത്. 43.5-നകത്ത് 1.6 ആംസ് നോ ലോഡ് കറണ്ടാണ്. ബാക്കിയുള്ളത് നമ്മൾ കൊടുത്തേക്കുന്ന ലോഡ് എടുക്കുന്ന ആംപിയറാണ്.
ഒരുപാട് സമയം എടുക്കുമെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഇപ്പം യെല്ലോയിലേക്ക് വന്നിട്ടുണ്ട്, അല്ല റെഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡാണ്. അപ്പം ബാറ്ററി ലോ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ ലോഡൊന്ന് കുറച്ച് നോക്കാം. ഒരു ബൾബ് ലോഡ് ഒരെണ്ണം കുറച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ 400 വാട്ട്സിലേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. 400 വാട്ട്സാണ് ഇപ്പം ലോഡ് ചെയ്തേക്കുന്നത്. നേരത്തെ 500 ആയിരുന്നു. 500ൽ കൊടുത്തപ്പം ബാറ്ററി ലോ വന്നതിന് നമ്മൾ വീണ്ടും 100 വാട്ട്സ് റെഡ്യൂസ് ചെയ്തു. ഇപ്പം 400 വാട്ട്സാണ് ലോഡ് ചെയ്തേക്കുന്നത്. ബാറ്ററി ലോ വന്നിട്ടുണ്ട്. നേരത്തെ ബ്ലിങ്കിങ് ആയിരുന്നു റെഡ് LED, ഇപ്പം ബ്ലിങ്ക് ചെയ്യില്ല, അത് ഓണായി തന്നെ ഇരിക്കുക, ഓഫായിപ്പോയി. ബാറ്ററി ലോ ആയിട്ട് ഓഫായിപ്പോയി. നമുക്ക് ഇനി ലോഡ് റിമൂവ് ചെയ്തിട്ട് ഓൺ ചെയ്യാം, ആംപ്സ് ചെക്ക് ചെയ്യാം. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്, മെയിൻസ് ഓൺ ആക്കിയിട്ടുണ്ട്. ബാറ്ററിയുടെ കളർ ഉണ്ടോ, യെല്ലോ ആയതുണ്ടോ? ഇപ്പോൾ യെല്ലോ ആണ്. ഫസ്റ്റ് ഇത് ചാർജ് ആകുന്നതിനനുസരിച്ചാണ്. ഇപ്പം യെല്ലോ ആണ്, ഇനി കുറച്ച് കഴിഞ്ഞ് ഫുൾ ഗ്രീൻ ആകും. ഗ്രീൻ ആയി കഴിയും. ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഇത് ഓഫായിപ്പോവും. ഇപ്പോൾ ഇതിൻ്റെ ചാർജിങ് ആംസ് 17 ആംസാണ്, 17.3 ആംസാണ് ചാർജിങ് ആംസ് കാണിക്കുന്നത്. മെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ആകുകയാണ്, യെല്ലോ ആണ്. ഇപ്പം ചാർജ് ആകുന്നതാണ്, യെല്ലോ ആണ്. പിന്നെ എക്കോ മോഡാണ്. എക്കോ മോഡ് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് മാറ്റാം. ഏതാ, UPS മോഡിലേക്ക് മാറ്റാം. UPS മോഡിലേക്ക് മാറ്റി. ഞാൻ UPS മോഡിലേക്ക് മാറ്റിയപ്പോൾ ഇത് ഓഫായതിൻ്റെ കാര്യം, ഇവിടെ വോൾട്ടേജ് കുറവാണ്. ഞാനിപ്പോൾ ഇവിടെ ഓൺ ചെയ്തപ്പം മെയിൻസ് വോൾട്ടേജ് കുറവാണ്. ആൻഡ് 170 വോൾട്ടേ ഉള്ളൂ മെയിൻസ് വോൾട്ടേജ്. ഇപ്പം 170 ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് UPS മോഡിലേക്ക് ആക്കിയപ്പോൾ മെയിൻസ് ഓഫായിപ്പോയത്. കാരണം വെച്ചാൽ UPS മോഡിൻ്റെ സ്പെക്ക് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം മെയിൻസ് വോൾട്ടേജ് കുറവായതുകൊണ്ടാണ് UPS മോഡിലേക്ക് മാറ്റിയപ്പം മെയിൻസ് LED ഓഫായിപ്പോയത്. അപ്പം ബാറ്ററി ചാർജിങ് ആണ്, മെയിൻസ് ഓൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് ആണ്. ഇപ്പം യെല്ലോ ലൈറ്റാണ് കത്തുന്നത്. ഫുൾ ചാർജ് ആയി കഴിയുമ്പം ഗ്രീൻ കത്തും. അത് കഴിഞ്ഞ് ഫുൾ ചാർജ് അല്ല, ചാർജിങ്ങിൻ്റെ ഓരോ സ്റ്റേജ്. റെഡ് എന്ന് പറഞ്ഞാൽ 10 മുതൽ 10% മുതൽ 20% വരെ ചാർജ് ഉള്ളെങ്കിൽ റെഡ് കത്തും. പിന്നെ 20 മുതൽ 60% വരെയും ചാർജ് ആയി കഴിഞ്ഞാൽ യെല്ലോ കത്തും. ഇനി 60% അതിന് മുകളിലാണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കത്തും. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓഫായി പോകുന്നതാണ്. അപ്പം ഇതാണ് ഈ ഇവോ S1050 എന്ന മോഡലിനെ കുറിച്ചുള്ളത്. നല്ല ഇൻവെർട്ടറാണ്, സൈൻ വേവ് ആണ്, അതുപോലെ തന്നെ കാണാനൊക്കെ നല്ല ലുക്കാണ്. ലോഡൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്തു. അതുപോലെ നോ ലോഡ് കറണ്ട് 1.6 ആംസിനും 2 ആംസിനും ഇടയ്ക്ക് വരുന്നുണ്ട് നോ ലോഡ് കറണ്ട്. പിന്നെ ഇതിപ്പം ചാർജിങ് ആംസാണ്, 17.5 ആംസ് ചാർജിങ് ആംസാണ്. പിന്നെ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കണം. ടെക്നിക്കൽ റിലേറ്റഡ് ചാനലാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ്. കാണാൻ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.